RDX അടുത്ത വിഷയത്തിലേക്ക്. ഇന്നലത്തെ ഒരു മാപ്പ് പറച്ചിലും ഇന്നത്തെ മാപ്പ് മാറ്റിപ്പറച്ചിലുമായി ഇക്കണ്ട രാഷ്ട്രീയ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിൽ ഒട്ടു തമാശയായി കൂടി തോന്നിയ ഒരു വാർത്തയാണ്. ശ്രീമതി ടീച്ചറുടെ മകനും കോടിയേരിയുടെ മകനും നടത്തുന്ന മരുന്നു കമ്പനിക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകിയെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ തട്ടിവിട്ടത് മാതൃഭൂമി ചാനലിലെ ഒരു ചർച്ചയിലാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതിന്മേൽ ശ്രീമതി ടീച്ചർ നൽകിയ മാനനഷ്ട കേസിലെ വ്യവഹാരത്തിലായിരുന്നു ഇരു നേതാക്കളും കുറേ നാളായി. ആരോപണത്തിന് തെളിവ് സമർപ്പിക്കാൻ ഗോപാലകൃഷ്ണന് സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് പരസ്യമായി മാപ്പ് പറയാമെന്ന ശ്രീമതി ടീച്ചറുടെ ആവശ്യം ഗോപാലകൃഷ്ണൻ അംഗീകരിച്ചത്. മാപ്പ് പറഞ്ഞു, പിന്നെ മാറ്റി പറഞ്ഞു. ഗോപാലകൃഷ്ണന്റെ മലക്കം മറിച്ചിൽ നമുക്ക് കണ്ടുവരാം 59 സെക്കൻഡിൽ. ഇന്നലെ ശ്രീമതി ടീച്ചറോട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ഇന്ന് മലക്കം മറിയുകയായിരുന്നു. ഖേദം പ്രകടിപ്പിച്ചത് തന്റെ ഔദാര്യമാണെന്ന് ഗോപാലകൃഷ്ണൻ. ബന്ധുക്കൾ കളിയാക്കുന്നുവെന്ന് പറഞ്ഞ് ശ്രീമതി ടീച്ചർ കരഞ്ഞു. അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാകാനാണ് ഖേദം രേഖപ്പെടുത്തിയതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗോപാലകൃഷ്ണന്റെ വാദം നുണയാണെന്ന് തെളിയിക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയും ഇന്ന് പുറത്തു വന്നു. ശ്രീമതി ടീച്ചറാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടത്. ഖേദം പ്രകടിപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ സന്നദ്ധത അറിയിച്ചെന്ന് രേഖയിൽ വ്യക്തമായി. ഖേദം പ്രകടിപ്പിക്കാമെന്ന ധാരണയിലാണ് കേസ് ഒത്തുതീർപ്പാക്കാനും തീരുമാനമായത്. മാപ്പ് പറഞ്ഞ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായതോടെയാണ് ഗോപാലകൃഷ്ണൻ പുതിയ വാദവുമായി രംഗത്ത് വന്നത്. എന്നാൽ ഗോപാലകൃഷ്ണന്റെ മാപ്പ് ഔദാര്യമാണെന്ന വാദത്തോട് മറുപടി പറയാനില്ലെന്ന് ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ ആരോപണവും തർക്കവും ഒക്കെ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് നോക്കാം. 2018 ജനുവരി 25 ശ്രീമതി ടീച്ചർക്കെതിരെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ ആരോപണം. ശ്രീമതിയുടെ മകനും കോടിയേരിയുടെ മകനും നടത്തുന്ന മരുന്നു കമ്പനിക്ക് വഴിവിട്ട സഹായം ഉണ്ട് എന്നും കമ്പനിക്ക് സർക്കാർ ആശുപത്രികളിൽ മരുന്നു വിതരണം ചെയ്യാനുള്ള കരാറാണ് ലഭിച്ചിരിക്കുന്നത് എന്നുമായിരുന്നു B ഗോപാലകൃഷ്ണന്റെ ആരോപണം. മാതൃഭൂമി ന്യൂസ് ചർച്ചയിലായിരുന്നു B ഗോപാലകൃഷ്ണന്റെ പരാമർശം. ആരോപണങ്ങൾക്ക് തന്റെ കൈവശം തെളിവുണ്ടെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സമാനമായ ആരോപണം അന്തരിച്ച PT തോമസ് MLA യും ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് നിയമ നടപടികളുമായി PK ശ്രീമതി ഇറങ്ങിത്തിരിച്ചത്. PT തോമസിനും ഗോപാലകൃഷ്ണനുമെതിരെ PK ശ്രീമതിയുടെ നിയമ നടപടി ആരംഭിച്ചു. വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു വക്കീൽ നോട്ടീസ്. ആരോപണം പിൻവലിക്കണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ ഗോപാലകൃഷ്ണൻ തള്ളി. കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ B ഗോപാലകൃഷ്ണനെതിരെ തുടർന്ന് കേസ് വന്നു. കേസെടുത്തിട്ടും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ B ഗോപാലകൃഷ്ണൻ. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഇനിയിപ്പം മാപ്പ് വന്ന വഴി നോക്കാം. കൂടുതൽ അതേക്കുറിച്ചൊന്നും പറഞ്ഞു പോകണ്ടല്ലോ. മധ്യസ്ഥതയിലൂടെ കേസ് ഒത്തുതീർപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഒപ്പിട്ട് നൽകി B ഗോപാലകൃഷ്ണൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്ന് PK ശ്രീമതി ആവശ്യപ്പെട്ടു. ഈ വ്യവസ്ഥയും B ഗോപാലകൃഷ്ണൻ അംഗീകരിക്കുകയായിരുന്നു. ഹൈക്കോടതി നിയോഗിച്ച മീഡിയേറ്റർക്കൊപ്പം വന്നാണ് B ഗോപാലകൃഷ്ണൻ PK ശ്രീമതിക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ വെച്ച് ഖേദം പരസ്യമായി പ്രകടിപ്പിച്ചത്. ആ വീഡിയോ കാണാം. ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായി ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർക്ക് ചില സൗകര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്തു കൊടുത്തു എന്ന് PT തോമസ് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി. എൻ്റെ കയ്യിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ. ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ്. ഇനി മാപ്പിന് മേലെയുള്ള മലക്കം മറിച്ചിൽ കാണാം. ഖേദം പ്രകടിപ്പിച്ച് 24 മണിക്കൂറിനകം B ഗോപാലകൃഷ്ണൻ മലക്കം മറിഞ്ഞു. മാപ്പ് പറഞ്ഞത് തന്റെ ഔദാര്യമാണ് എന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ബന്ധുക്കൾ കളിയാക്കുന്നുവെന്ന് പറഞ്ഞ് ടീച്ചർ കരഞ്ഞു. കേരള രാഷ്ട്രീയത്തിന് താനൊരു മാതൃകയാണ് ഇത്തരുണത്തിൽ ചെയ്തതെന്നുമാണ് B ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇനിയിപ്പോൾ B ഗോപാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് കൂടി കേൾക്കാം. ഏത് കാരണവശാലും ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീഴാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിനൊരു മാതൃകയായിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്. ആരും പറഞ്ഞിട്ടല്ല, കോടതി പറഞ്ഞിട്ടല്ല, കേസ് നടത്തിയിട്ടല്ല. എൻ്റെ മുമ്പിൽ ശ്രീമതി ടീച്ചർ കണ്ണീരോട് കൂടിയിട്ട്
ടീച്ചറുടെ വീടിൽ നാട്ടിൽ ടീച്ചർ സഞ്ചരിക്കുമ്പോഴെല്ലാം അവഹേളനം നേരിടുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വേണമെങ്കിൽ ഖേദം ഞാൻ രേഖപ്പെടുത്താം ടീച്ചറെ എന്ന എൻ്റെ അഭിപ്രായമാണ്. ഈ കേട്ടത് നുണയാണ്. നേതാവ് ബി ഗോപാലകൃഷ്ണനും പി കെ ശ്രീമതിയും തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പ് രേഖ പുറത്തു വന്നു. ഖേദം പ്രകടിപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ സന്നദ്ധത അറിയിച്ചെന്ന് ഈ രേഖയിൽ വ്യക്തമാണ്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. സനീഷ, ഈ ചില ചീട്ടുകളിക്കളത്തിൽ അവസാനം തോക്കുമെന്ന് ഉറപ്പാകുമ്പോൾ ചീട്ട് വാരി എറിഞ്ഞിട്ട് മണ്ണും വാരി കണ്ണിലിട്ടിട്ട് ഓടും എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായി ഈ തർക്കം ജയിക്കാൻ ഏതറ്റം വരെയും എന്ത് മാരകമായ പ്രയോഗവും നടത്തിക്കളയും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുമാണ്. ഇതിനകത്ത് എനിക്കൊരു വിഷമമുള്ളത്, അദ്ദേഹം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നമ്മുടെ ഒരു സുഹൃത്താണല്ലോ. നമ്മൾ ചർച്ച നടത്തുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് വിളിച്ചാൽ ഒറ്റ വിളിയിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മളോട് ചർച്ചയിൽ വന്നിരിക്കുന്ന വളരെ നന്നായിട്ട് പേഴ്സണലി സംസാരിക്കുന്ന ഒരാളാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് മാത്രമല്ല, വക്കീൽ എന്ന നിലക്കും ക്ഷീണം ഉണ്ടായല്ലോ എന്നാണ് എൻ്റെ ഖേദം. അതായത് അദ്ദേഹം ഈ വക്കീൽ എന്ന നിലക്ക് കോടതിക്കകത്ത് എടുത്തൊരു മീഡിയേഷനിലൊക്കെ എഴുതി കൊടുത്ത കാര്യം വന്ന് തിരിച്ചു വന്ന് മാറി പറയുക എന്ന് പറയുന്നത് കുറച്ചൊരു ക്ഷീണമല്ലേ അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം വക്കീൽ കൂടെയാണ്. അപ്പോൾ ആ നിലക്ക് കൂടെ ആളുകൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണുമല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇതിനകത്ത് ഗോപാലകൃഷ്ണനും ശ്രീമതി ടീച്ചറും അല്ലാത്ത മറ്റൊരാൾ ഉണ്ട്. അത് അന്തരിച്ചു പോയ ബഹുമാനായ കോൺഗ്രസ് നേതാവ് പി ടി തോമസാണ്. പി ടി തോമസാണ് ഈ ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത്. അതായത് അദ്ദേഹത്തിന് ഈ സ്ഥിരം പരിപാടിയായി, ഈ തെളിവൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല, പക്ഷേ ആരോപണം ഉന്നയിക്കും എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ നേരത്തെയും പല തോതിൽ വന്നിട്ടുള്ളതാണ്. സത്യത്തിൽ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കപ്പെടുമ്പോൾ ഞാൻ പി ടി തോമസിനെ കൂടെ ഓർക്കുന്നുണ്ട്. പി ടി തോമസിൻ്റെ ഒരു, പെട്ടെന്ന് ഇതിനോട് ചേർത്തെന്ന് പറയാം, പി ടി തോമസിൻ്റെ ഒരു ആരോപണം ഹർഷന് ഓർമ്മയുണ്ടാവും. അതായത് PSC പരീക്ഷയുടെ ചോദ്യം പാകിസ്ഥാനിലെ സിവിൽ സർവീസ് പരീക്ഷയുടെ ചോദ്യം എടുത്ത് അടിച്ചു എന്ന് പറഞ്ഞു പി ടി തോമസ്. അപ്പോൾ പി ടി തോമസ് പാകിസ്ഥാനിലെ എന്തിനാണ്? അപ്പോൾ PSC, അപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കുമ്പോൾ PSC ചെയർമാനായിരിക്കുന്ന സക്കീർ എന്ന് പറയുന്നൊരു മുസ്ലിം നാമധാരിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് പാകിസ്ഥാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അടിച്ചത്രേ. അതിൻ്റെ ആവശ്യമില്ലല്ലോ സത്യത്തിൽ. അത് ആലോചിച്ച് നോക്കി, എന്തിനാണ്? തെളിവൊന്നുമില്ല, ഒരു ആക്ഷേപം രാവിലെ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് പി ടി തോമസിൻ്റെ ആരോപണങ്ങളെ പറ്റി എനിക്ക് എപ്പോഴും തോന്നാറ്, മറ്റു കോൺഗ്രസ് നേതാക്കളൊന്നും സാധാരണ ഇതിൽ ഏറ്റെടുക്കില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കടത്തി അടിക്കാനുള്ള അധികാരവും അവകാശവും അദ്ദേഹത്തിന് ഇടതുപക്ഷ പാർട്ടികളടക്കം കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ പാവം ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നമ്മുടെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇതിൽ വീണു. അദ്ദേഹം കൂടെ കയറ്റി അടിച്ചു. ആകെ പ്രശ്നത്തിലായി, കുഴപ്പത്തിലായി. ഇപ്പോൾ രണ്ടാമത് കോടതി പറഞ്ഞപ്പോഴെങ്കിലും അദ്ദേഹം അതിനകത്ത് പിന്നെ ഒന്ന് തിരുത്തണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ബൈറ്റ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? സങ്കടം തോന്നും. അതെ, അത് മാത്രമല്ല, ആ തിരുത്തലിൻ്റെ ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല അതിനോട് പി കെ ശ്രീമതി ടീച്ചറിൻ്റെ പ്രതികരണം വേറൊരു തരത്തിലാണല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ കാണുന്നില്ല, അതിന് പ്രതികരിക്കാനും ഇല്ല എന്ന് പറഞ്ഞു. കാരണം വസ്തുത ഈ ഒപ്പിട്ട് മുന്നിലുള്ളപ്പോൾ പിന്നെ അതിനകത്ത് കൂടുതൽ മാത്രമല്ല, അതായത് ഇപ്പോൾ നേരത്തെ അവർക്ക് അപമാനമുണ്ടായി എന്നാണല്ലോ ഈ കേസിൻ്റെ ക്രക്സ്. അതുകൊണ്ടാണല്ലോ അവർ കേസിന് പോയത്. അപ്പോൾ അവർ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അപമാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോടതി വീണ്ടും കേസാവില്ല. അപ്പോൾ രാഷ്ട്രീയ നേതാവ് നിലക്കും അദ്ദേഹം ഇന്നലെ മാപ്പ് പറഞ്ഞ് സന്തോഷത്തോടെ കൈകൊടുത്ത് പിരിഞ്ഞതാണ് പി കെ ശ്രീമതിയും ബി ഗോപാലകൃഷ്ണനും. ആശയപരമായി പരസ്പരം പോരടിക്കുന്ന നേതാക്കൾ തമ്മിൽ ചിലപ്പോൾ വാവിട്ട വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം മറന്ന് പരസ്പരം ക്ഷമിക്കുന്നത് ഊഷ്മളമായ കാഴ്ചയാണ്. വിയോജിപ്പുകൾ മാറ്റിവെച്ച് വ്യക്തിബന്ധത്തെ മറ്റൊന്നായി കാണുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ഇന്നലത്തെ കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നു. എന്നാൽ ഇന്ന് ബി ഗോപാലകൃഷ്ണന്റെ മരക്കം മറിയൽ ശരിയായില്ല എന്നത് വ്യക്തമാണ്. തെറ്റുകൾ തിരുത്തുന്നത് ഒരിക്കലും കുറവല്ല എന്നാണ് RDXന് ഓർമ്മിപ്പിക്കാനുള്ളത്. പി കെ ശ്രീമതിയെ പോലെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള നേതാവിനോടുള്ള ഔദാര്യം എന്ന ഗോപാലകൃഷ്ണന്റെ വാദം ബാലിശമാണ്. ഒത്തുതീർപ്പ് രേഖ കൂടി പുറത്തു വന്നതോടെ ഗോപാലകൃഷ്ണന്റെ വാദങ്ങളെല്ലാം ഇക്കാര്യത്തിൽ പൊളിയുകയാണ്. ഇക്കാര്യത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള പക്വത ബി ഗോപാലകൃഷ്ണൻ കാണിക്കേണ്ടതായിരുന്നു എന്നുകൂടി RDX ഓർമ്മിപ്പിക്കുന്നു.